നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാപ്പ കേസിൽ ജയിലിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന് അയോഗ്യതാ ഭീഷണി നിലനിൽക്കുകയാണ്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നാൽ സുഗതൻ അയോഗ്യനാവും. അതേസമയം അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്ന് മേയർ വി രാജേഷും പറയുകയാണ്. കാപ്പ കേസിൽ അറസ്റ്റിലായ ആർ സുഗതൻ ഉൾപ്പെടെ 50 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പിക്കുള്ളത്. 101 അംഗ കോർപ്പറേഷനിൽ സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ബി.ജെ.പി ഭരണം നടക്കുന്നത്. കേരള മുനിസിപ്പൽ നിയമത്തിലെ 91K വകുപ്പ് പ്രകാരം തുടർച്ചയായി 3 മാസം 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് ഒരംഗം വിട്ടുനിന്നാൽ 4ാമത്തെ കൗൺസിൽ യോഗത്തോടെ അയോഗ്യനാക്കും. കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവധി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അയോഗ്യത വരില്ല. വധശ്രമ കേസിൽ പ്രതിയായതിന് പിന്നാലെ നടന്ന 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. അവധി അപേക്ഷയും നൽകിയിരുന്നില്ല എന്നാണ് വിവരം. ഈ മാസം കൗൺസിൽ യോഗം ചേർന്നിട്ടുമില്ല. അടുത്തയാഴ്ച കൗൺസിൽ ചേരുമെന്നാണ് വിവരം. ജയിലിലായതിനാൽ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി അവധി അപേക്ഷ നൽകുന്നതിന് മുൻപ് ഹൈക്കോടതി വിധികൾ തന്നെ തടസ്സമായി നിൽക്കുന്നുണ്ട്. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവധി അപേക്ഷ അംഗീകരിച്ച് കിട്ടാൻ സുഗതന് കോടതിയെ പ്രത്യേകം സമീപിക്കേണ്ടി വന്നേക്കും. മുൻപ് കാലത്ത് 3 യോഗങ്ങളിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിന്നതിന് തൃക്കാക്കര നഗരസഭയിൽ അംഗങ്ങൾ മുൻപ് അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. സുഗതൻ അയോഗ്യത വന്നാൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നിരിക്കെ എല്ലാ മാർഗവും തേടാൻ ആയിരിക്കും LDFും UDFും ശ്രമിക്കുക. അതേസമയം അത്തരം കാര്യങ്ങളിൽ ആശങ്കയില്ലെന്ന് മേയർ വി രാജേഷ് പ്രതികരിച്ചു. കാപ്പ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതനെ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ചൊവ്വാഴ്ച രാത്രി വട്ടിയൂർക്കാവ് പോലീസ് വീട് വളഞ്ഞ പിടികൂടിയ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് വിയൂരിലേക്ക് മാറ്റിയതെന്നാണ് പോലീസ് പറഞ്ഞത്. സുഗതനെ കൗൺസിലിൽ നിന്ന് അയോഗ്യനാക്കണമെന്നാണ് CPMന്റെയും കോൺഗ്രസിന്റെയും ആവശ്യം. ആ ആവശ്യം നടക്കുകയാണെങ്കിൽ രാഷ്ട്രീയ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം വൻ മാറ്റങ്ങൾ കാണേണ്ടി വരും. വധശ്രമ കേസുകളടക്കം 11 കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇതിനു പുറമെ ചൊവ്വാഴ്ച രാത്രി അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് സംഘത്തെ കയ്യേറ്റം ചെയ്തതിന് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാർച്ചിലെ വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞ സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. പിന്നാലെ തിങ്കളാഴ്ച ഇയാൾക്കെതിരെ കളക്ടർ കാപ്പ ചുമത്തി. ഇതോടെയാണ് രഹസ്യ നീക്കത്തിൽ വട്ടിയൂർക്കാവ് CI AC വിപ്പിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ചൊവ്വാഴ്ച രാത്രി സുഗതന്റെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. 6 വധശ്രമ കേസുകൾ, ഭീഷണിപ്പെടുത്തൽ, വഴിതടയൽ, പോലീസിനെതിരെ കയ്യേറ്റം, വീട് കയറി വാഹനം അടിച്ചു തകർക്കൽ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, തട്ടിക്കൊണ്ടുപോക്കൽ, ഗൂഢാലോചന, ആയുധം കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങി വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ 11 കേസും നെടുമങ്ങാട് സ്റ്റേഷനിൽ 1 കേസുമാണ് സുഗതനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2025 കാപ്പ കേസിൽ പ്രതിയായിരുന്ന സുഗതന് കർശന ഉപാധികളോടുകൂടി ജാമ്യം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ക്ഷേത്ര ഉത്സവത്തിലെ ഗാനമേളയോട് അനുബന്ധിച്ച് CPM പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ സുഗതൻ, കൂട്ടാളികളായ മണികണ്ഠൻ, കിരൺ എന്നിവർക്ക് നേരെ വധശ്രമത്തിന് പോലീസ് വീണ്ടും കേസെടുത്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗതൻ കഴിഞ്ഞ 2 മാസമായി കോർപ്പറേഷൻ കൗൺസിലുകളിൽ പങ്കെടുത്തിരുന്നില്ല. കാപ്പ കാലാവധി അവസാനിച്ച 6 മാസത്തിനുള്ളിൽ വീണ്ടും ഗുരുതര കുറ്റകൃത്യം ചെയ്തതോടുകൂടി സുഗതനെ വീണ്ടും കാപ്പ ചുമത്തണമെന്ന മാർച്ചിൽ സിറ്റി പോലീസ് കമ്മീഷണർ K കാർത്തിക് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ അംഗീകരിച്ചാണ് സുഗതനെതിരെ വീണ്ടും കാപ്പ ചുമത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. തിങ്കളാഴ്ചയും ആയിരുന്നു. ഇതിനു പിന്നാലെ കൗൺസിലറെ പിടികൂടാൻ നീക്കം തുടങ്ങിയ വട്ടിയൂർക്കാവ് പോലീസ് വീണ്ടും കാപ്പ ചുമത്തിയ വിവരം രഹസ്യമാക്കി വെച്ചു. വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടയിൽ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് അന്വേഷണ സംഘം കാപ്പ കേസ് വിവരം കൗൺസിലറെ അറിയിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്.